പാലക്കാട്ടെ പ്രവാസി അബ്ദുൾ ഗഫൂർ അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതക കേസിൽ 26 പവൻ സ്വർണം കൂടി കണ്ടെടുത്ത പോലീസ്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാസർകോട്ടെ ഒരു ജുവലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തത്. 596 പവൻ സ്വർണമാണ് മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള സംഘം ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്തത്. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന 596 പവനാണ്. പക്ഷേ അതിൽ വളരെ കുറച്ച് സ്വർണം മാത്രമാണ് കണ്ടെടുക്കാനായത്. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് മനസ്സിലാക്കിയ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ 26 പവൻ സ്വർണം കൂടി ഇപ്പോൾ കണ്ടെടുക്കാൻ സാധിച്ചത്. അതായത് ഈ പ്രതികൾ അറസ്റ്റായ ആ സമയത്ത് 29 പവൻ കണ്ടെത്താൻ സാധിച്ചിരുന്നു. കാസർകോട്ടെ ജ്വല്ലറിയിൽ ഈ ഷമീമ എന്ന് പറയുന്ന ഈ ജിന്നുമ എന്നറിയപ്പെടുന്ന ഷമീമയും ഭർത്താവുമാണ് ഈ സ്വർണം അവിടെ വിൽപ്പന നടത്തിയത്. അത്തരത്തിൽ 55 പവൻ സ്വർണം ഇപ്പോൾ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൊലപാതക കേസിൽ ഏറ്റവും നിർണായകമായതും ഈ സ്വർണം വീട്ടിൽ നിന്നും കാണാതായത് തന്നെയാണ്. അങ്ങനെയാണ് ഈ മകൻ ഈ സംഭവത്തിൽ സ്വാഭാവിക മരണമെന്ന് കരുതി കബറടക്കം പോലും നടത്തിയ ഒരു കേസിൽ ഈ കേസിൽ വലിയ വഴിത്തിരിവാകുന്നത് വീട്ടിൽ നിന്നും ഇത്രത്തോളം സ്വർണം കാണാതായ ആ സംഭവം തന്നെയാണ്. അതിലാണിപ്പോൾ 55 പവൻ സ്വർണം പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഏതായാലും ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇവർ ഇത്തരത്തിൽ സ്വർണം വിൽപ്പന നടത്തിയതായി പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. അതുപ്രകാരം തന്നെ അവരെ അത്തരം ജ്വല്ലറികളിലും മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടുപോയുള്ള തെളിവെടുപ്പും തുടരുന്നുണ്ട്. നാളെ വൈകിട്ട് വരെയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഹോസ്ദുർ കോടതി ഇന്നലെ ഉത്തരവിറക്കിയത്. അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ഇവരുടെ തട്ടിപ്പ് വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ട് എന്നതിനെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിൽ ഈ കൊലപാതകത്തിൽ ഉൾപ്പെടെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കേസിൽ ഇവരുടെ കൂടെ ഉള്ള സംഘങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം. അതുമാത്രമല്ല, നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെയും മറ്റും പേരും പറഞ്ഞ് അത് വലിയ തോതിൽ പണം തട്ടി സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞും അതുപോലെ തന്നെ നിധി കണ്ടെത്തി കൊടുക്കാമെന്നും പറഞ്ഞും ഇത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയ ഒരു കേസാണ്. അത് മാത്രമല്ല, ഹണി ട്രാപ്പ് കേസിൽ നേരത്തെ ഉൾപ്പെട്ട ഒരു പ്രതിയാണ് ഈ സംഭവത്തിനെല്ലാം പിന്നിൽ എന്നതും അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ഹണി ട്രാപ്പ് പോലുള്ള സംഗതി ഈ സ്ത്രീ അതിനുശേഷം നടത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നാളെ കൂടി മാത്രമേ ഇവരെ പോലീസ് കസ്റ്റഡിയിലുള്ളൂ. 11 ദിവസമായിരുന്നു ഇവർ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ 3 ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇവരെ ഈ 3 ദിവസം, അതായത് നാളെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ്. ഈ സംഘത്തെ 4 പേരെയും വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് കോടതിയെ ബോധ്യപ്പെടുത്തും. കാരണം കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഈ സംഘം വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. മാന്ത്രിക ഏലസ് മറ്റു അത്തരം തകിട് എന്നൊക്കെ പറഞ്ഞ് 50,000 രൂപ വീതം ഓരോ പേരിൽ നിന്നും വാങ്ങുന്നു. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. അതിന് പുറമെയാണ് പലരിൽ നിന്നായി ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇവർ വാങ്ങുകയും പിന്നീട് അത് കബളിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ഗഫൂർ ഹാജിയുടെ ഈ വാർത്തയിലേക്ക് തന്നെ വന്നാൽ, ഗഫൂർ ഹാജിയിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം നിരവധി തവണയായി സ്വർണം കൈക്കലാക്കുകയും പിന്നീട് സംശയം തോന്നി ഗഫൂർ ഹാജി സ്വർണം തിരികെ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം, വീട്ടിൽ വീണ്ടും ഒരു പൂജ നടത്താനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് അവിടെ എത്തിയതിനു ശേഷം ഈ സഹായികളും അതുപോലെ തന്നെ ഇവരും ഈ ജിന്നുമ്മ ഉൾപ്പെടെയുള്ളവരും ഒരു ഹോമം നടത്തുകയും പിന്നീട് ചുമരിന് ഈ ഭിത്തിക്ക് ഈ തല ഇടിച്ച് അത്തരത്തിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ പ്രതികൾ ഈ 1.5 വർഷമായിട്ടും ഇവരെ സംശയമുണ്ടായിട്ടും ഇവർ ഏതെങ്കിലും തരത്തിൽ പിടികൊടുത്തിട്ട ഈ പോലീസ് ചോദ്യം ചെയ്യലിലൊന്നും തന്നെ ഇത് വിട്ടുപറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്. ഇവർ പലതരത്തിലും ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴും ഇവർ ഈ കാര്യങ്ങൾ ഈ പോലീസിനോട് കൃത്യമായി സഹകരിക്കുന്നില്ല എന്നതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇവരെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി ഇത്തരത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിരവധി പേരിൽ നിന്നും ഇവർ പണം തട്ടിയതായി പരാതി വന്നിട്ടുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊളവയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 40 ലക്ഷം രൂപയാണ് പലതവണയായി നിധി ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ തട്ടിയെടുത്തത്. അതുപോലെ കാസർഗോഡിന്റെ പല ഭാഗങ്ങളിലും അതിസമ്പന്നന്മാരെ കേന്ദ്രീകരിച്ച് അവരെ പരിചയപ്പെടുകയും ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പുകളിൽ നമുക്ക് മനസ്സിലാവുന്ന 596 പവൻ എന്നൊക്കെ പറഞ്ഞത് വലിയ തുകയുടെ, നമുക്കറിയാം വലിയ തുകയുടെ സ്വർണ്ണമാണ്. 596 പവൻ എന്നൊക്കെ പറയുമ്പോൾ
എത്ര വലിയ തട്ടിപ്പാണ് നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇത്ര വലിയൊരു ഇങ്ങനെ സംഘത്തിന്റെ തട്ടിപ്പിൽ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളിൽ ദുർമന്ത്രവാദങ്ങളിൽ ആളുകൾ വീണുപോകുന്നത് എങ്ങനെയാണ്? കാസർഗോഡ് ഒട്ടാകെ അല്ലെങ്കിൽ മംഗലാപുരം മേഖലയിലൊക്കെ ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തി വിലസുന്ന ഒരു സംഘം ഇത്രേ കാലം കൊണ്ട് എന്തുകൊണ്ട് പിടിക്കപ്പെടാതെ പോയി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ടല്ലോ കെ വി ബൈജു ഈ സംഭവം. തീർച്ചയായും വലിയ തോതിലുള്ള ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പോലും ഇത് ഞെട്ടിയത്. കാരണം 596 പവൻ ഒരാളിൽ നിന്നും ഇത്തരത്തിൽ കൈക്കലാക്കി ഈ മന്ത്രവാദത്തിന്റെയൊക്കെ പേരിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു. അത് വിശ്വസിച്ച് ഒരുപാട് പേർ അതിന് പിറകെ പോയി പണം നഷ്ടപ്പെടുത്തുന്നു, ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നു, ആത്മഹത്യയിലേക്ക് പോലും പലരും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അറിയപ്പെടാത്ത ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ട്. ഈ കേസിൽ തന്നെ മകൻ സംശയം തോന്നിയതിനെ തുടർന്ന് ബേക്കൽ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് 1.5 വർഷത്തിന് ശേഷം അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘം വളരെ രഹസ്യമായി നടത്തിയ നീക്കത്തിലൂടെയാണ് ഈ സംഘം പിടിയിലാകുന്നത്. അതിലും ഈ പ്രത്യേകിച്ച് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ വലിയ തോതിൽ പണം വരുന്ന ഒരു സാഹചര്യം, ഇവരുടെ സഹായികളുടെ വലിയ വായ്പകളൊക്കെ ഒറ്റയടിക്ക് അടച്ചു തീർക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ പോലീസ് കൃത്യമായി എടുക്കുകയും പിന്നീട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്തതിലാണ് ഏറ്റവും ഒടുവിലായി ഈ സംഘം പിടിയിലാകുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം പലരും പരാതി പറയാൻ മടിക്കുന്നു എന്ന് തന്നെയാണ്. അഭിമുഖം നൽകാൻ പോലും പലരും ഭയക്കുന്നു. നമ്മോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവർ പുറത്ത് അത്തരത്തിൽ വരാൻ തയ്യാറില്ല. കാരണം നാണക്കേട് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ ഇപ്പോഴും ആളുകൾ ഈ പണം ഇരട്ടിപ്പിക്കാമെന്നും നിധിയൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നു. അത് ഏതായാലും ഇവർ കബളിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇനി പുറത്ത് പറയാൻ തയ്യാറല്ല. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്പത്തുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തുന്നതുകൊണ്ട് തന്നെ അവർ ആ പണം പോട്ടെ എന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഗഫൂർ ഹാജിയിലേക്ക് വന്നാൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതുകൂടിയാണ് ഈ സംഘം പിടിയിലാകുന്നതെന്ന് വേണം പറയാൻ. വലിയ ഒരു നാട്ടിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായത്. കർമ്മസമിതി, ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വലിയ പ്രക്ഷോഭമുണ്ടായി. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമ അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള സംഘം പിടിയിലാകുന്നത്. ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അത് പോലീസ് പീഡിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിച്ച് പോലീസിനെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത്. അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കർമ്മസമിതി യുടെ നേതൃത്വത്തിൽ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോഴും ഇവർ ഹൈക്കോടതിയെ പോലും സമീപിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഈ പോലീസ് കൃത്യമായി സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. അത് ദൃശ്യങ്ങൾ വീഡിയോ ക്യാമറയിൽ പകർത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിൽ ഇവർ പിടിയിലാകുന്നത്. എന്തായാലും ഇവർ ഈ അന്വേഷണവുമായി ഇപ്പോൾ സഹകരിക്കുന്നില്ല എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരെ കൂടുതൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്നും അറിയാനുണ്ട്. ഒരുപാട് പേരെ ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ഹണി ട്രാപ്പ് പോലെ ഉള്ള സംഭവം ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഫോണുകളൊക്കെ ശാസ്ത്രീയ പരിശോധന കൃത്യമായി നടത്തിയിരുന്നു. അതിൽ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്ത അവസ്ഥയായിരുന്നു. അതൊക്കെ പോലീസ് വീണ്ടെടുത്തു. അതിൽ നിന്നാണ് നിർണായകമായ പല തെളിവുകളും പോലീസിന് ലഭിച്ചത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ സ്വർണം, ഈ മുഴുവൻ സ്വർണം എവിടെയൊക്കെ ഇവർ വിൽപ്പന നടത്തി, അത് എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത വരൂ. അപ്പോഴും ഇനി നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. മറ്റ് ഏതൊക്കെ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുണ്ടോ, ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വളരെ ചെറിയ സമയം മാത്രമേ ഇനി ഉള്ളൂ എന്നതുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. 11 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്നലെയാണ് ഇവരെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിട്ടുകൊടുത്തത്. ഇനി ഇവരെ തിരിച്ച് നാളെ കോടതിയിൽ ഹാജരാക്കും. നാളെ വൈകിട്ട് വരെ സമയമുണ്ട്. നാളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഈ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വേണം. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിക്കുക. എന്തായാലും ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയും ഇവർ പോലീസ് പറയുന്നുണ്ട്. ഇതിന്റെ ചുരുളഴിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തന്നെ കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യം ഒക്കെ അറിയാനുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ആ തലത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവർ കാസർകോട്ടെ മറ്റൊരു ജ്വല്ലറിയിൽ കൂടി ഇത്തരത്തിൽ സ്വർണം വിൽപ്പന നടത്തിയെന്ന് പോലീസിനെ സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആ ജ്വല്ലറിയിൽ കൊണ്ടുപോയി അല്പസമയത്തിനകം തന്നെ ഇവരെ തെളിവെടുപ്പ് നടത്തും. അവിടെ നിന്നും എത്ര സ്വർണമാണോ വിൽപ്പന നടത്തിയത് അത് കണ്ടെത്തുക, അതെല്ലാം കണ്ടെടുക്കുക എന്നതാണ് പോലീസിന്റെ ദൌത്യം. ഏതായാലും 55 പവൻ
നിലവിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അന്വേഷണം ഏതായാലും നാളെ കൂടി വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. രഞ്ജിത്ത്. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിൽ 26 പവൻ സ്വർണം കൂടിയാണ് ഇപ്പോൾ ഇത് കണ്ടെടുത്തിട്ടുള്ളത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാസർകോട്ടെ ഒരു ജുവലറിയിൽ നിന്നും ഈ സ്വർണം കണ്ടെടുത്തത്. 596 പവൻ സ്വർണമാണ് മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള സംഘം ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്തത്. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.